ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല പഴുത്ത ചക്ക വരട്ടി നെയ്യും ശർക്കരയും ഏലക്കായയും ചേർത്ത് തയ്യാറാക്കിയ നാടൻ ചക്കയിലടയാണ്. 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ പഴയ നൊസ്റ്റാൾജിക് ആയ ഒരു വിഭവമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് നല്ല പഴുത്ത ചക്ക എടുക്കാം. ചക്കയൊക്കെ നമുക്ക് അതിൻ്റെ കുരുവൊക്കെ മാറ്റി വേർതിരിച്ചെടുക്കാം. ഈ കുരുവൊക്കെ നമുക്ക് എയർ ടൈറ്റായ ഒരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ കാലം കേടുകൂടാതെ കുരു ഇരിക്കും കേട്ടോ. നമുക്ക് കുരുവിൻ്റെ ആവശ്യത്തിനൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് ഒരു 4 അച്ച് ശർക്കരയാണ്. ഈ ശർക്കര നല്ലവണ്ണം ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. ഇത് നല്ലവണ്ണം ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു അരമുറി തേങ്ങയാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ ധാരമായ ചക്ക നുറുക്കിയതാണ്. ചക്ക നല്ല നൈസായി നുറുക്കിയതാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ചക്കയും തേങ്ങയും ശർക്കര പാനിയിൽ കടന്നിട്ട് നല്ലവണ്ണം വെന്ത് സെറ്റായി കിട്ടണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു രുചികരമായ അടയാണിത്. ചക്കയൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ അട ഇഷ്ടമാവും. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണ് നെയ്യാണ്. അത് ഓപ്ഷണലാണ്. വേണ്ടവർക്ക് ഇട്ട് കൊടുത്താൽ മതി, വേണ്ടാത്തവർക്ക് ഇടണ്ട. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ എല്ലാവർക്കും നെയ്യ് ഇഷ്ടമുള്ളത് കാരണം 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 ഏലക്കായ ചെറുതാക്കി പൊട്ടിച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് അടയുണ്ടാക്കാനുള്ള പൊടി റെഡിയാക്കാം. ഇതിലേക്ക് 1 കപ്പ് പൊടിയിലേക്ക് 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ചെയ്യുക. 1 തുള്ളിയും കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിൽ പൊടിയിൽ വെള്ളം കമ്മിയാണ്. അപ്പോൾ 1 ലേശം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസായി ഉരുട്ടിയെടുക്കാം. നല്ലവണ്ണം കുഴച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക വയറ്റി വെച്ചത് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് ഇത്. ഇനി നമുക്ക് നമ്മുടെ ബോൾസ് ഒന്ന് എടുത്തിട്ട് പത്തിരി പ്രസ്സിലിട്ടൊന്ന് പരത്തി നമുക്ക് നമ്മുടെ ഇലയിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ മിക്സ് നമുക്ക് ഒരു സൈഡിലായിട്ട് നല്ലവണ്ണം പരത്തി കൊടുക്കാം കേട്ടോ. നൈസായി പരത്തി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് മടക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള നല്ല രസമുള്ള ഒരു പലഹാരമാണ് ഇത്. 4 മണിക്കൊക്കെ നമുക്ക് കഴിക്കാനും അല്ലെങ്കിൽ നേരം മുളക്കുമ്പോഴൊക്കെ കഴിക്കാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് ഇത്. ഫുഡാണ്. എല്ലാവർക്കും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടിക്കാലത്തെ ആ നല്ല പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നല്ല ചൂടുള്ള ചക്കയിലട നിങ്ങൾക്കും ഇഷ്ടമല്ലേ? ഇനി നമുക്ക് ഇല മടക്കി പതുക്കെ പ്രസ് ചെയ്തു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ഇലയും ഇതുപോലെ ചെയ്തെടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇലയട ശരിയായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളിയായി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കനം, പൊടിയൊന്നും അധികം കനമില്ലാതെ അതിൽ നമ്മുടെ ചക്കയുടെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചക്കയിലട നമുക്ക് ഇലയിൽ നിന്നും വേർതിരിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാടൻ ചക്കയിലട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പഴുത്ത ചക്കയുടെ നല്ല മധുരവും ആ വാഴയിലയുടെ പ്രത്യേക മണവും ഒക്കെ കൂടി വരുമ്പോൾ ഇതിൻ്റെ രുചി ശരിക്കും വേറെ ലെവൽ തന്നെയാണ്. നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കിയിട്ട് അഭിപ്രായമൊക്കെ താഴെ കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത ദിവസം നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.